എന്നല്ലേ ഖുർആന്റെ നിർവചനം തന്നെ. ആ ഖുർആനിൽ മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല 60,000 അമാനുഷിക സംഭവങ്ങൾ നൽകി എന്നാണ്. ഈ 90,000 അമാനുഷിക സംഭവങ്ങൾ, മുഅ്ജിസത്തുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്, ചന്ദ്രനെ പൾപ്പാക്കിയിട്ടുണ്ട്, കല്ലുകൾ സലാം ചൊല്ലിട്ടുണ്ട്, മാൻപേടകളോട് സംസാരിച്ചിട്ടുണ്ട്, മേഘം നേരിട്ടിട്ടുണ്ട്. അങ്ങനെ മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല. ഇസ്രാ മിഅ്റാജ് രാത്രി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് 1,24,000 വരുന്ന അമ്പിയാക്കളെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്താക്കി. ഇങ്ങനെ എത്രയെത്ര വലിയ വലിയ മുഅ്ജിസത്തുകൾ. ഇതെല്ലാം ഖുർആനിലേക്ക് ആപേക്ഷികമായി വളരെ ചെറുതാണ്. ഒരേ സെക്കൻഡിന് 1,24,000 പരം അമ്പിയാക്കളെ മരിച്ചുപോയ അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് മഹാനായ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും സയ്യിദുൽ ഖൗം അബുൽ അബ്ബാസ് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും നബിയുല്ലാഹി ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുമല്ലാത്ത 1,24,000 പരം അമ്പിയാക്കൾ ഈ ലോകത്തോട് മരിച്ചു പിരിഞ്ഞവരാണല്ലോ. എന്നാൽ ഈ എല്ലാ നബിമാരെയും ഹയാത്താക്കി. അവർക്കെല്ലാം ഇമാമായി നിസ്കരിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തുടങ്ങിയ മുഅ്ജിസത്തുകളെല്ലാം തന്നെ ഖുർആനാകുന്ന മുഅ്ജിസത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ വളരെ ചെറുതാണ്. ആ ഖുർആനിൽ 60,000 മുഅ്ജിസത്തുകൾ ഉണ്ടെന്ന് മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു തആല. അതിൽ ഏറ്റവും ചെറിയ സൂറത്താണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്ന സൂറത്ത്. നിങ്ങൾക്കറിയാവും. ആ സൂറത്തിൽ 3 മുഅ്ജിസത്ത് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നത്. ഈ സമയത്ത് അതിൽപ്പെട്ട ഒന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല നൽകിയ സന്താന പരമ്പര. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം. 3 ആൺകുട്ടികൾ ചെറുപ്പത്തിലേ മരിച്ചു. അതിലും അല്ലാഹു തആല വലിയ ഹിക്മത്ത് ചെയ്തു. അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ മകൻ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ നബിയായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ മക്കൾ നബിയുല്ലാഹി ഇസ്മായിൽ, ഖലീലുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും നബിയുല്ലാഹി ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും പ്രവാചകരാണ്. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ മകൻ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ നബിയാണ്. യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ നബിയാണ്. അങ്ങനെ കഴിഞ്ഞുപോയ ധാരാളം അമ്പിയാക്കളിൽ മക്കൾ നബിമാരായി അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിൻഹും അവർ ജീവിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും സമൂഹത്തിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ നബിയാണെന്ന് അവകാശപ്പെട്ടേക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അമീറുൽ മുഅ്മിനീൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനല്ലെന്ന് നമുക്കറിയാം. അവിടുത്തെ മരുമകനാണ്. എന്നിട്ട് പോലും ഷിയാക്കളിൽ ഒരു വിഭാഗം അമീറുൽ മുഅ്മിനീൻ അബീ ത്വാലിബ് റളിയല്ലാഹു നബിയാണെന്ന് വാദിക്കുന്നവർ പിൽക്കാലങ്ങൾ വന്നിരുന്നില്ലേ. അതേ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം റളിയല്ലാഹു തആല കുല്ലി വാഹിദിൻ മിൻഹും എന്നവർ ജീവിച്ചിരുന്നുവെങ്കിൽ
അവർ നബിയാണെന്ന വാദവുമായി പിൽക്കാലത്ത് ആരെങ്കിലും പ്രത്യക്ഷപ്പെടുമോ? അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവർ റൂഹിനെ പിടിച്ചു, അവരല്ലാഹു തആല തിരിച്ചു വിളിച്ചു. പക്ഷെ അല്ലാഹുവിനൊരു തീരുമാനമുണ്ട്, ഈ കുടുംബം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക. ഒരിക്കലും ഈ കുടുംബം അസ്തമിക്കാൻ പാടില്ല. ഇവിടെ ഈ 3 കുട്ടികളും മരിച്ചപ്പോൾ ഒരു പിതാവിന് കുട്ടികൾക്ക് അസുഖം വന്നാൽ ഉണ്ടാകുന്ന പ്രയാസം നമുക്കറിയാം. ഇതിലേതെങ്കിലും ഒരു കുട്ടി മരിച്ചാൽ, അത് ആൺകുട്ടികളെല്ലാം മരിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസം നമുക്ക് ആലോചിക്കാൻ പറ്റും. മനുഷ്യ സഹജമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഈ പ്രയാസം ഉണ്ടാകും. ആ പ്രയാസത്തിൽ പങ്കുചേരുന്നതിന് പകരം ശത്രുക്കൾ അതിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും അതിലേറെ പരിഹസിക്കുകയും ചെയ്തു. സന്താനപരം പറ്റുപോയി, ഇനി ഇത് അവസാനിച്ചുപോയി, ഇനി ഇത് നിലനിൽക്കില്ല എന്നു പറഞ്ഞ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, തങ്ങളെക്കുറിച്ച് ആരാണ് സന്താന പരമ്പരയില്ല എന്ന് പറഞ്ഞു? അവനിക്ക് സന്താന പരമ്പര വേണ്ട. കേവലം ശാസ്ത്രവും ഇത്ര വളർന്നു, ആർക്കാണ് സന്താന പരമ്പര ഇല്ലെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുക? എത്ര പ്രഖ്യാപിച്ചാലും ഇന്ന് പല ആധുനിക സജ്ജീകരണങ്ങളിലും സൗകര്യങ്ങളിലൂടെയും ക്ലോണിങ്ങിലൂടെയോ ടെസ്റ്റ് രൂപ ശിശുവിലൂടെയോ മറ്റൊക്കെ സന്താനപര നിലനിർത്താൻ ഇന്ന് ശാസ്ത്രത്തിന് കഴിയില്ലേ? എന്നാൽ ഒരു ടെസ്റ്റോ ഒന്നും കൂടാതെ തന്നെ അല്ലാഹു തആല 1400 വർഷം മുമ്പ് പ്രഖ്യാപിച്ചു, തങ്ങൾക്ക് സന്താന പരമ്പരയില്ലെന്ന് പറഞ്ഞവർക്ക് സന്താന പരമ്പര വേണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. വലിയ മുഅ്ജിസത്തല്ലേ 1400 വർഷം മുമ്പുള്ളത്. എന്ന് അവർക്കാർക്കെങ്കിലും ഒരു സന്താന പരമ്പര ലോകത്ത് കാണിക്കാൻ കഴിയുമോ? മതിയാക്കിയില്ല അല്ലാഹു തആല. ഇന്നഅഅ്തൈനാകൽ കൗസർ. മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ ഈ കൗസർ എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങൾ വിശദീകരിക്കുന്നു. അതിൽപ്പെട്ടതാണ് കസ്റത്തുൽ ഔലാദ് വൽ അത്ബാഅ്. നബിയെ, തങ്ങളുടെ സന്താന പരമ്പര ലോകാവസാനം വരെ എല്ലാ മുക്കിലും മൂലകളിലും എക്കാലത്തും തങ്ങളുടെ സന്താന പരമ്പര നിലനിൽക്കുക തന്നെ ചെയ്യും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഖൽബായ ആയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി ഖുർആൻ വ്യാഖ്യാതാക്കളിൽ താബിഈങ്ങൾ പ്രമുഖരായ മഹാനായ അബൂ അലി റളിയല്ലാഹു തആല വ്യാഖ്യാനിക്കുന്നത് അലാ സിറാത്തി അഹ്ലി ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്താനപരം. അവർ എക്കാലത്തും ജീവിക്കണം, ലോകത്ത് മുഴുവനും ജീവിക്കണം, അവർ ദീനീ പ്രബോധനം നടത്തണം എന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. മാഷാ അല്ലാഹ്. ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് ആശാകേന്ദ്രമായിരുന്നു നമ്മുടെ മഹത്തുക്കളായി ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ അസി അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങൾ ഖദ്ദസല്ലാഹു റസൂൽ. മഹാനുകളായിരുന്നു, മഹാനായ ജേഷ്ഠ സഹോദരൻ, മഹാനവറുകളുടെ ഉപ്പ, അവർ ഉപ്പാപ്പമാർ. ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പ്, 1.5 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെത്തിയ അഹ്ലുബൈത്ത് സാദാത്തുക്കൾ, അഹ്ദലി സാദാത്തുക്കൾ, ഇങ്ങനെ തുടങ്ങിയ കേരളത്തില് ധാരാളം സാദാത്തുക്കൾ. മഹാനായ ജബലി തങ്ങളുടെ 206-ാമത്തെ ആണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞത്. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുടെ 176-ാമത്തെ ആണ്ടാണ് കഴിഞ്ഞ മുഹറമിൽ കഴിഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയ ധാരാളം സാദാത്തുക്കൾ. അതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ ബുഖാരി സാദാത്തുക്കൾ, അങ്ങനെ ബാഫഖി സാദാത്തുക്കൾ, ആലുജമല്ലി, ശിഹാബ് സാദാത്തുക്കൾ, അഹ്ദലി സാദാത്തുക്കൾ, തഖാബ് സാദാത്തുക്കൾ, ഹൈദരി സാദാത്തുക്കൾ, ഒട്ടനവധി കബീലകൾ. അതിനൊക്കെ പശ്ചാത്തലങ്ങൾ വിശദീകരിക്കാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ആ സാദാത്തുക്കൾ മരിച്ചാലും
പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അത് എന്നെന്നും പവർ കൂടിക്കൂടി വരികയായിരിക്കും ചെയ്യുക. മാഷാ അല്ലാഹ്, മഹാനായ ശൈഖുന താജുൽ ഉലമ, മഹാനായ താജുൽ ഉലമയുടെ ഖദർ പലരും മനസ്സിലാക്കിയത് താജുൽ ഉലമയുടെ വഫാത്തോടുകൂടിയാണ്. ആ മരിച്ച് ഇന്ന് ഏകദേശം 4 ആഴ്ച കഴിയുമ്പോഴേ നിൽക്കാതെ അവിടത്തേക്ക് ജനങ്ങൾ, ലക്ഷങ്ങൾ, ആയിരങ്ങൾ, 10,000 മക്ബറയ്ക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. ആ ദറജനെ ഉയർത്തണേ അല്ലാഹ്, നീ ദറജ ഉയർത്തണേ അല്ലാഹ്. ആ തണൽ ഞങ്ങൾക്ക് എല്ലാ കാലത്തും നീ നൽകണേ അല്ലാഹ്. ഇന്ന് മഹാനവറുകളുടെ മകൻ സയ്യിദ് ഫാദിൽ കോയമത്തങ്ങൾ മഹാനവറുകളുടെ ഖാദിസ്ഥാനം ഉള്ളാളത്ത് ഏറ്റെടുക്കലാണ്. വൈകുന്നേരം ആ ചടങ്ങിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് ആ കുടുംബത്തിൽ നിന്നും ഉള്ളാളം മഖാം കമ്മിറ്റിയുമൊക്കെ ക്ഷണിച്ചു. ഈ വിനിതൻ ഇന്ന് ഇവിടെ എന്താണെങ്കിലും വരണമെന്ന്. കാരണം ഈ സാദാത്തുക്കൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി നൽകിയ ഏറ്റവും വലിയ കടപ്പാട് നമുക്ക് അവർ വലിയ കടപ്പാടുണ്ട്. വിശിഷ്യ ജാമിയ മർക്കദുസ് സഖാഫത്തി സുന്നിയ ഇന്ന് ലോകത്ത് വിശ്വപ്രസിദ്ധമായ 10,000-ലധികം പണ്ഡിതന്മാരെ വാർത്തെടുത്ത ആ മഹത്തായ സ്ഥാപനം മഹാനായ സി അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങൾ മഹാനവറുകൾ വഫാത്താകുന്നതുവരെയും മഹാനവറുകളുടെ രക്തവും മജ്ജവും മാംസവും എല്ലാറ്റിലും അത് ലയിച്ചു ചേർന്നു. ആൾ ഇന്ത്യ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അവന്തിരാ ശൈഖുന എ പി ഉസ്താദ് ആ തണൽ ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉസ്താദിനോട് കൂടെ ഉസ്താദിന് താങ്ങും തണലും ഒരു പിതാവ് പിതൃതുല്യനായി ഉസ്താദിന്റെ കൂടെ സമയത്തും മഹാനുഭാവൻ റബ്ബേ മഹാനായ അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ അവരുടെ ഉപ്പമാരുടെയും ഉപ്പാപ്പമാരുടെയും ഈ മഖാമിൽ മറവിട്ട് കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും എല്ലാ സാദാത്തുക്കളുടെയും ദറജ ഉയർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും നാളെ മാർച്ച് 14 നമുക്കറിയാം സുന്നി മാനേജ്മെന്റ് മാർച്ച് 7 മദ്രസ ദിനം കുറഞ്ഞ കാലം കൊണ്ട് വലിയ വളർച്ച കൈവരിച്ച വലിയൊരു പ്രസ്ഥാനമാണ് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ. കേരളത്തിലുടനീളം ധാരാളം മുദദ്ദിസുമാർക്ക്, ഖതീബുമാർക്ക്, ഇമാമുമാർക്ക്, മാദ്രിമീങ്ങൾക്ക് പെൻഷൻ നൽകുന്നത്, നൂറുകണക്കിന് മദ്രസകൾ പടുത്തുയർത്തുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നത്, കുട്ടികളുടെ വിദ്യാഭ്യാസ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്ന, താൽപര്യം വർദ്ധിപ്പിക്കുന്നതിന് സ്കോളർഷിപ്പ് എക്സാം നടത്തി സ്വർണ്ണ മെഡലുകൾ നൽകുന്നത്, മഹല്ലത്തുകളിലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരായി ശക്തമായി ഇടപെടുന്ന ഇങ്ങനെ നമ്മുടെ മഹല്ലത്ത് കമ്മിറ്റികൾ ശാക്തീകരണം നൽകുന്ന മഹത്തായ പ്രസ്ഥാനമാണ് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ. ഈ സുന്നി മാനേജ്മെന്റ് അസോസിയേഷന് ഏകയുള്ള വരുമാനം മാർച്ച് നടത്തുന്ന മദ്രസാ ദിനത്തിലെ ഏക സഹായം മാത്രമാണ് എന്ന് മനസ്സിലാക്കി എല്ലാ മഹല്ലത്തിലും, മദ്രസകളിലും, സ്ഥാപനങ്ങളിലുമൊക്കെ ആ സംരംഭം വിജയിപ്പിച്ചു പൂർവോപരി ശക്തിപ്പെടുത്തണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ജാമിയ മർക്കദുസ് സഖാഫത്തി സുന്നിയുടെ സമ്മേളനം വരുന്ന 2014 ഡിസംബർ 18, 20, 19, 20, 21 തീയതികളിൽ നടക്കുന്നത്. ഇപ്പോൾ തന്നെ ബോർഡുകളും പോസ്റ്ററുകളും
പരസ്യങ്ങളും ചെയ്ത് അത് വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് ഇങ്ങനെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുക. അള്ളാഹ് നീ തൗഫീക്ക് നൽകണേ അള്ളാഹ്, നീ തൗഫീക്ക് നൽകണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനായ സി അബ്ദുൽ ഖാദിർ റഹ്ദൽ തങ്ങൾ വഫാത്തായ അതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ 3 വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. സി അബ്ദുൽ ഖാദിർ റഹ്ദൽ തങ്ങൾ വിട പറഞ്ഞു ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് മഹാനായ ഉസ്താദുൽ അസാത്തിദ് ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദ് അതേ കഴിഞ്ഞ് മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അധ്യക്ഷന്മാരിൽ പ്രമുഖരും കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റുമായിരുന്ന നിരവധി പള്ളികളിലെ ഖാദിയായിരുന്ന സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മറാഖിദ അവരെല്ലാം വഫാത്തായത്. സി ഹൈദർ ഹാജി തുടങ്ങി പലവരും, പ്രിയപ്പെട്ട പാറന്നൂര് ഉസ്താദ്, അങ്ങനെ അണ്ടോണ ഉസ്താദ്, ചെറുഷോല ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലല്ലൂർ അബ്ദുള്ള ഉസ്താദ്, ബാപ്പു മുസ്ലിയാർ, തരുവണ ഉസ്താദ്, TSK ബുഖാരി, പയ്യനാട് തുടങ്ങി പലരും വഫാത്തായത്. ആ ഖബറുകളെല്ലാം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. മഹാനായ സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി കൂടി, കേരളത്തിലുടനീളം സുന്നത്തെ ജമാഅത്തിന്റെ പ്രചരണ മേഖലകളിൽ ശിഷ്യ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിൽ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് അല്ലാത്ത മറ്റെല്ലാ ഡിസ്ട്രിക്റ്റിലും സുന്നി യുവജന സംഘം കമ്മിറ്റി രൂപീകരിക്കുന്നതൊക്കെ നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട പാറന്നൂർ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു. മഹാനവൾ നേതൃത്വം നൽകുന്ന ബൈത്തുൽ ഇസയുടെ വാർഷികം ഇൻഷാ അല്ലാഹ് വരുന്ന ഏപ്രിൽ 4, 5, 6 തീയതികളിൽ നടക്കുന്നത് നമ്മുടെ പരിസരത്തുള്ള മടവൂര് സുന്നി സെന്ററും എല്ലാ സ്ഥാപനവും നിങ്ങൾ വിജയിപ്പിക്കുക. വിശിഷ്യ അസീസിയ കോളേജ് ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്തു. ഇതിനെല്ലാറ്റും നിങ്ങൾ സഹായിക്കണമെന്ന് ഉണർത്തി നമ്മുടെ നേതൃത്വം മഹാനായ ശൈഖുന നൂറുൽ ഉലമ MA ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅഹ് ചിത്താരി ഉസ്താദ്, സയ്യിദുൽ ബാഫഖി തങ്ങൾ, സുലൈമാൻ ഉസ്താദ്, പൊന്മള ഉസ്താദ്, പേരുടെ ഉസ്താദ് തുടങ്ങിയ എല്ലാവരും അവയെ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ തൽ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹത്തുക്കളായ സാദാത്തുക്കളുടെ സി അബ്ദുൽ ഖാദിർ റഹ്ദൽ തങ്ങളുടെ 3 മക്കൾ, അവരുടെ മരുമകൻ ഹുസൈൻ തങ്ങൾ ഏതാനും വർഷങ്ങൾക്കുമാണ് മരണപ്പെട്ടത്. അവരുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കണേ. ഈ ആ 3 തങ്ങൾക്കും 3 സാദാത്തുക്കൾക്കും അവരുടെ പേരമകൻ സുബൂർ തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പൂക്കോയ തങ്ങൾ, ആറ്റക്കോയ തങ്ങൾ, ഫഖ്റുദ്ദീൻ തങ്ങൾ തുടങ്ങിയ ആ സന്താന പരമ്പരയിൽപ്പെട്ട എല്ലാവർക്കും ഈ പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് ഖൈറു ബർക്കത്ത് നൽകി എല്ലാ മേഖലയും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മഅദിൽ പഠിക്കുന്ന VT നഈമിന്റെ വലിയുമ്മ ഇന്ന് മരണപ്പെട്ടു. റബ്ബ് അവരുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരമ്മൽ സുലൈമാൻ ഹാജി വീട്ടിൽ രോഗിയായി കിടക്കുകയാണ്. സംഭാവന നൽകിയ റബ്ബേ അവരെല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനെ നൽകണേ അല്ലാഹ്. ഒരു സഹോദരി 1000 രൂപ മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, കുടുംബത്തിൽ ജീവിതത്തിന് വേണ്ടി, എന്തെല്ലാം ഉദ്ദേശം എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളത്തെ മറ്റന്നാൾ 4 ദിവസം നടക്കുന്ന പ്രോഗ്രാമുകളിൽ നന്നായി സഹായിക്കണം, സഹകരിക്കണം. ദിവസങ്ങളായി ഫുള്ള് യാത്ര തന്നെയായിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് ഇന്നലെ സുബഹിക്ക് എത്തിയതാണ്. അതിന് ശേഷവും ഇതുവരെ വീട്ടിൽ പോവുകയോ മറ്റോ ഒരു സെക്കൻഡ് പോലും തീരെ വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ സമ്മതം ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പ്രസംഗം നടത്താൻ പ്രിയപ്പെട്ട ഷാഫി സഖാഫി മുണ്ടപ്രാവർകൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂർ അവർകൾ, മറ്റ് പണ്ഡിതന്മാർ സാദാത്തുക്കൾ എല്ലാമുണ്ട്. അവർക്കെല്ലാം പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് എന്ന ദുആ. അസ്സലാമു അലൈക്കും.